ലക്ഷം ദൂതർ സേവിതാനിതാ ലക്ഷം ദൂതർ സേവിതാനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ തുറക്കപ്പെട്ട കിഴക്കേ വാതിലിലൂടെ സകല വിശുദ്ധ ദൂത സംഘ പരിവാരത്തോടെ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ ലക്ഷം ദൂതർ സേവിതാനിതാ ലക്ഷം ദൂതർ സേവിതാനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ കെറൂബുകൾ സറാഫുകൾ ദൂതരിവർ കെറൂബുകൾ സറാഫുകൾ ദൂതരിവർ സ്വർണ്ണക്കലങ്കാരത്തിലേന്തിയ വിശുദ്ധ ഗീതക്കാർ വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി വാനിൽ വാനിൽ വരുന്നു ശീഘ്രമായി ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത് ആർത്തുപാടുന്നോർത്തു കേൾക്കുവീനത് വലിയ പെരുവെള്ളത്തിനിരച്ചിൽ കൊത്തതാ മൊലി വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി നിത്യ യൗവനത്തിൻ കിരീടം ചൂടി നിത്യ യൗവനത്തിൻ കിരീടം ചൂടി ജയസന്തോഷത്താൽ കതിരൊള്ളിച്ചിനും യാത്രാവയതനരായി വാനിൽ വാനിൽ തുതി പരക്കുന്നു വാനിൽ വാനിൽ തുതി പരക്കുന്നു ലക്ഷം ദൂതർ സേവിതാനിതാ ലക്ഷം ദൂതർ സേവിതാനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ രഥങ്ങളോടെ ഗംഭീരാരവം അതാ രഥങ്ങളോടെ ഗംഭീരാരവം അതാ ദൂതസംഘത്തെ ചിറകൊടിക്കത്തു മുഴങ്ങുന്നു സദാ വാനിൽ വാനിൽ ധ്വനിഗംഭീരമായി വാനിൽ വാനിൽ ധ്വനി പ്രഘോഷമായി ലക്ഷം ദൂതർ സേവിതാനിതാ ലക്ഷം ദൂതർ സേവിതാനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ ദൈവത്തിന്റെ കാഹള ധ്വനി ധ്വനി ദൈവത്തിന്റെ കാഹള ധ്വനി ധ്വനി രാജാതിരാജന സുതനിൽ നിന്നു താൻ പുറപ്പെടുന്നിതാ വാനിൽ വാനിൽ അതിഗംഭീരമായി വാനിൽ വാനിൽ അതിഗംഭീരമായി മണ്ണിലും ദൂതർ സേവിതാനിതാ ലക്ഷം ദൂതർ സേവിതാനിതാ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ മണ്ണിലുറങ്ങുന്നതാം ബ്രദർ മണ്ണിലുറങ്ങുന്നതാം ബ്രദർ ഇതിമുഹൂർത്തത്തിൽ ഉയർത്തെഴുന്നതാൽ പ്രസന്നവദനരായി ശീഘ്രം ശീഘ്രം അതിസമ്മോദമായി ശീഘ്രം ശീഘ്രം അതിസമ്മോദമായി തന്നെ നോക്കി പാർത്തിടും ജനം ജനം തന്നെ നോക്കി പാർത്തിടും ജനം ജനം കാഹളധ്വനി കേൾക്കും മാത്രയിൽ
വാഴ്ത്തുവീൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ഓ ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി, ഇവിടെ കയറി വരുവിനെന്നുള്ള വിളി കേട്ടിട്ട് ആശ്വാസം ലഭിക്കുവാൻ ചെവിക്കൊള്ളുന്നു ഉഗ്രമായി. കേൾപ്പാൻ കേൾപ്പാൻ കൊതിക്കുന്നു ഉഗ്രമായി. കേൾപ്പാൻ കേൾപ്പാൻ ഉഗ്രമായി. ലക്ഷം ദൂതർ സേവിതാ നിതാ, ലക്ഷം ദൂതർ സേവിതാ നിതാ. യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടപ്പോൾ മേഘരൂഢനായി വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവീൻ. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം തിരുവചനവുമായി നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ തക്കോണം ദൈവം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്കൊരു തിരുവചനം വേദഭാഗം വായിക്കാം. അത് ഇയ്യോബിൻ്റെ പുസ്തകം 37-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യമാണ്. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ആ ദൈവത്തിൻ്റെ നാദം അതിശയമായി മുഴക്കുമ്പോൾ നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളാണ് പിന്നെ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ മറുപടി കിട്ടുന്നില്ലല്ലോ, ഇതെന്നായിരിക്കും ഇതിനൊക്കെ ഒരു മറുപടി കിട്ടുന്നത്, ഒത്തിരി നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നില്ലയോ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷെ ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നു. ഓരോ ദിവസവും ദൈവം തൻ്റെ ആ നാദം മുഴക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾക്കത് കേൾക്കാൻ നമ്മൾ ചെവി കൊടുക്കുന്നില്ലെങ്കിൽ നമുക്കത് കേൾക്കാൻ പറ്റത്തില്ല. ആ മറ്റു പല വാഴ്ചകളും അധികാരങ്ങളും അല്ലെങ്കിൽ മറ്റു പല ചിന്തകളും നേർച്ച കാഴ്ചകളും ഒക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ പറയുന്നതൊന്നും കേൾക്കാതെ അങ്ങ് മൂടിക്കളയും. എന്നാൽ ഇവിടെ അങ്ങനെയല്ല പറഞ്ഞു, തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. ദൈവത്തിൻ്റെ നാദം അതിശയമായി മുഴക്കുന്നത് നമുക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങളെ ചെയ്യുന്നത്. ദൈവം സകലത്തിലും മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. 104-ാം സങ്കീർത്തനം 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. ആ വലിയവനായ ദൈവത്തിൻ്റെ വലിയ സ്നേഹം എന്ന് പറയുന്നത് നമ്മൾക്ക് ഗ്രഹിച്ചുകൂടാത്ത മഹാകാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അതിനപ്പുറത്ത് പിന്നെ ഒന്നുമില്ല. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ വിഷയത്തിനും ഒരു മറുപടി ദൈവം തരുമെന്നുള്ളതിൻ്റെ ഉറപ്പാണത്. ഹല്ലേലൂയ. അത് ഏറ്റവും വലിയവനായ ദൈവമാണ്. ആ വലിയവനായ ദൈവത്തിന് അത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റുമോ? ഹല്ലേലൂയ. ഏകനായിട്ട് മഹാത്ഭുതങ്ങളെ ചെയ്യാൻ പറ്റുന്ന ഒരു ദൈവമാണ്. നമുക്ക് തിരുവചനത്തിൽ ഹല്ലേലൂയ ഇപ്രകാരം കാണുവാൻ കഴിയുന്നുണ്ട്. 105-ാം സങ്കീർത്തനം അതിൻ്റെ 11 മുതലുള്ള വേദഭാഗങ്ങൾ, അതിൻ്റെ 11 മുതലുള്ള ഭേദഭാഗങ്ങൾ ഇങ്ങനെ: നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്നരുളി ചെയ്തു. അവർ അന്ന് എണ്ണത്തിൽ കുറഞ്ഞവരും ആൾ ചുരുങ്ങിയവരും അവിടെ പരദേശികളുമായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും. ഈ കനാൻ ദേശം തരുമെന്ന് പറയുമ്പോൾ ഹല്ലേലൂയ അവരെവിടെ കിടക്കുന്നു? ഹല്ലേലൂയ അവർ മിസ്രൈമിൽ കിടക്കുന്നതേ ഉള്ളൂ. അവർക്ക് ഒരു അനുഗ്രഹവും അന്നേരം വന്നിട്ടില്ല. അവരോട് പറയാ, അവകാശത്തിൻ്റെ ഓഹരിയായിട്ട് ദൈവം നമ്മുടെ ഓഹരിയാണെന്ന് ഹല്ലേലൂയ നമ്മുടെ ഉള്ളം പറയുന്നു. ഹല്ലേലൂയ ഓഹരിയാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ഷെയറാണ്, നമ്മുടെ എല്ലാത്തിൻ്റെ എല്ലാമാണ്. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലം ആരെന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ദൈവം നമുക്ക് അനുകൂലമാണ്. സ്വന്തം പുത്രനെ ആദരിയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു നിന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? എല്ലാം അവൻ നൽകും. ഹല്ലേലൂയ. ആ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ ഒന്നിനും കഴിയത്തില്ലെന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മളെ വേർതിരിക്കാൻ കഴിയത്തില്ല. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിക്കും. നമുക്ക് പൂർണ്ണ ജയം വേണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പൂർണ്ണ ജയം പ്രാപിക്കണം. ഹല്ലേലൂയ. ആ ലോകം, ജഡം, പിശാച് ഇതിനെല്ലാം ഹല്ലേലൂയ താഴെയാക്കി ഹല്ലേലൂയ നമുക്ക് മുൻപിൽ കയറാനുള്ള ഒരു ഭാഗ്യം ദൈവം തരണം. ഹല്ലേലൂയ. എല്ലാ ചിന്തകളും ഹല്ലേലൂയ ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം നമുക്ക് വെടിഞ്ഞ് ഹല്ലേലൂയ ആ ലോകത്തിൻ്റെ ചിന്തകൾ, ആ ജഡത്തിൻ്റെ ചിന്തകൾ, ലോകം, ജഡം, പിശാചിൻ്റെ ചിന്തകൾ, അതല്ല ദുഷ്ടശക്തിയുടെ പോരുകൾ, ഇതെല്ലാം അടിച്ചമർത്തുവാൻ തക്കവണ്ണുള്ള ഒരു കൃപ ദൈവം നമുക്ക്
തരണം. ഹല്ലേലൂയ. നമുക്കറിയാം ഒത്തിരി ശക്തികളുണ്ട്, ദേശത്തെ ശക്തികളുണ്ട്, അന്ധകാര ശക്തികളുണ്ട്, ഇരുട്ടിൻ്റെ അധികാരങ്ങളുണ്ട്. ഹല്ലേലൂയ. ഒത്തിരി ശക്തികളുണ്ട്. അതെല്ലാം നമ്മളെ അലട്ടും. ഹല്ലേലൂയ. അലട്ടുമ്പോൾ അതിനെല്ലാം ജയിക്കുവാനുള്ള ഒരു കൃപ അതാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്ന എബ്ബേസ് ലേഖനത്തിൽ, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവിൻ, പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. 2 കൊരിന്ത്യർ 10-3-4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്കോണം ദൈവത്തിന് ശക്തിയുള്ളവ തന്നെ. ഇവിടെ ഇസ്രായേൽ മക്കളോട് പറയുമ്പോൾ ഹല്ലേലൂയ, അവരെങ്ങനെയുള്ളവരായിരുന്നെന്ന് അറിയാമോ? 105 സങ്കീർത്തനം അതിൻ്റെ 24 വാക്യത്തിൽ കാണുന്നത്, ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. വൈരികളേക്കാൾ ബലവാന്മാരാക്കി എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, അവരെ ഏറ്റവും വർദ്ധിപ്പിച്ചു. ഫറവോന് പേടിയായിരുന്നു. ഇസ്രായേൽ മക്കളെല്ലാം വർദ്ധിച്ചു വന്നപ്പോൾ, ഇവരിവിടെ വന്ന് കൂടി ഒരു വലിയൊരു ജാതിയായി നമ്മുടെ നേരെ യുദ്ധത്തിന് വരുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞത് ഇവരെ അങ്ങ് ഓടിച്ചു കളയാമെന്ന്. അവരെ കൊണ്ട് എല്ലാം കഷ്ടപ്പെടുത്തിയ പണിയെല്ലാം ചെയ്യിപ്പിച്ചു. എല്ലാം ചെയ്യിപ്പിച്ചപ്പോഴും ദൈവം അവരെ കൈവിട്ട് കളഞ്ഞില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളേക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു. അപ്പം നമ്മുടെ വൈരികളേക്കാൾ ബലവാന്മാരാക്കും. ദൈവത്തെ ആരാധിക്കുന്ന ജനം എപ്പോഴും ബലവാന്മാരാ. യോശുവയോട് ദൈവം ഒരിക്കൽ സംസാരിച്ചു, നിന്റെ മുൻപിൽ ആരും നിൽക്കത്തില്ലെന്ന്. കാരണം നീ ഏറ്റവും വലിയവൻ. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ആർക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ന്യായപ്രമാണത്തിലുള്ളത് നിൻ്റെ ഹൃദയത്തിൽ തന്നെ ഇരിക്കുന്നുവെങ്കിൽ നിൻ്റെ മുമ്പിൽ ആരും നിൽക്കത്തില്ലെന്ന് അവിടെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോട് തന്നെ ദൈവത്തെ ആരാധിച്ച് നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം അവരെക്കാൾ നമ്മുടെ വൈരികളെക്കാൾ നമ്മളെ ബലവാന്മാരാക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്ന, അന്ന് അവർ എണ്ണത്തിൽ കുറഞ്ഞൊരു വാക്യം 12, അവിടെ പരദേശികളുമായിരുന്നു. ഒരു രാജ്യത്തെ വിട്ട് മറ്റൊരു ജനത്തിൻ്റെ അടുക്കലേക്ക് അവർ പോകും. അവരെ പീഡിപ്പിക്കാൻ ആരെയും സമ്മതിച്ചില്ല. അപ്പോൾ അവരെ പീഡിപ്പിക്കാനാണ് മിസ്രൈമ്യർ നിന്നത്. പക്ഷേ അവരെ പീഡിപ്പിക്കാൻ ആരെയും സമ്മതിച്ചില്ല. ദൈവം തൻ്റെ ജനത്തിന് എപ്പോഴും സംരക്ഷണം ഒരുക്കും. അത് തന്നെയല്ല, ഒരു ഷെൽട്ടറാണ് ദൈവം, ഒരു മതിലായിട്ടാണ് നമുക്ക് ചുറ്റും തീമതിലായിട്ടാണ് നിൽക്കുന്നത്. ഇയ്യോബിനോട് പറഞ്ഞു, നീ അവന് ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ? അതിൻ്റെ അർത്ഥം അവൻ്റെ അടുത്തോട്ട് അടുക്കാൻ പറ്റത്തില്ല. അവന് ചുറ്റും തീമതിൽ നിൽക്കുക. അപ്പോൾ ഒരു ശത്രുവിന് അവൻ്റെ ഇതിലൂടെ അടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പറഞ്ഞു, നീ അവനുള്ളതിനെല്ലാം വേലി കെട്ടിയിട്ടില്ലയോ എന്ന്. അപ്പം ദൈവത്തിന് നമ്മളൊക്കെ സംരക്ഷണം തരുമ്പോൾ ശത്രു അവിടെ അപ്പുറത്ത് മാറി എന്ന് പറയും, നീ അവർക്ക് ചുറ്റും വേലി കെട്ടിയിരിക്കുക, എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റത്തില്ല എന്ന് പറയും. അപ്പോൾ ഓർത്തു നോക്കുക, അവിടെ അവരെ പീഡിപ്പിക്കാൻ ആരെയും സമ്മതിച്ചില്ല. അവരെ രാജാക്കന്മാരെ ശാസിച്ചു, എൻ്റെ അഭിഷിക്തന്മാരെ തൊടരുത്, എൻ്റെ പ്രവാചകന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. അവൻ ദേശത്തൊരു ക്ഷാമം വരുത്തി അപ്പം എന്ന കോലിനെ അശേഷം ഒടിച്ചു കളഞ്ഞു. അവൻ അവർക്ക് മുൻപായി ഒരാളെ അയച്ചു, യോസഫിനെ അവർ ദാസനായി വിറ്റുവല്ലോ. യഹോവയുടെ വചനം നിവൃത്തിയാകുകയും തൻ്റെ അരുളപ്പാടിനാൽ അവന് ശോധന വരികയും ചെയ്യുവോളം അവർ അവൻ്റെ കാലുകളെ വിലങ്ങുകൊണ്ട് ബന്ധിക്കുകയും അവർ ഇരുമ്പ് ചങ്ങലയിൽ കൂടുകയും ചെയ്തു. രാജാവ് ആളയച്ച് അവനെ വിടുവിച്ചു. ജാതിയുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി. അവൻ പ്രഭുക്കന്മാരുടെ ഇഷ്ടപ്രകാരം ബന്ധിപ്പാനും തൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുപ്പാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വസമ്പത്തിനും അധിപതിയായും നിയമിച്ചു. നമുക്ക് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ നിന്ന് അല്ലെങ്കിൽ അപ്പം എന്ന കോലിനെ ഓടിച്ചു. കാരണം അവിടെ ദേശത്തെല്ലാം ക്ഷാമം ഉണ്ടായപ്പോൾ എല്ലാവരും മിസ്രൈമിലേക്ക് ഓടുവാനിടയിൽ തീർന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നീ അവർക്ക് മുൻപായി ഒരാളെ അയച്ചു, അത് ജോസഫായിരുന്നു. ആ ജോസഫിനെ അവർ വിറ്റ് കളഞ്ഞു. എങ്കിലും അവൻ അവിടെ പോയി, അവിടെ ആരായെന്ന രാജാവ് ആളയച്ചു, അവനെ വിടുവിച്ചു. ജാതിയുടെ അധിപതി അവനെ സ്വതന്ത്രരാക്കി. അവൻ്റെ പ്രഭുക്കന്മാരുടെ ഇഷ്ടപ്രകാരം ബന്ധിച്ചു കൊള്ളുവാനും അവൻ്റെ മന്ത്രിമാർക്ക് ജ്ഞാനം ഉപദേശിച്ചു കൊടുക്കാനും തൻ്റെ ഭവനത്തിന് അവനെ കർത്താവായും തൻ്റെ സർവ്വ സമ്പത്തിനും അധിപതിയായി നിയമിച്ചു. ഈ സർവ്വസമ്പത്തിനും അധിപതിയായി ഭവനത്തിന് കർത്താവായി ഒക്കെയും യോസഫിനെ നിയമിക്കുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം തൻ്റെ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കുകയും അവരുടെ വൈരികളെക്കാൾ അവരെ ബലവാന്മാരാക്കുകയും ചെയ്തു എന്ന് നമ്മൾക്ക് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അതിൻ്റെ 32 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പം അവരുടെ ദേശത്തെല്ലാം പേനും അല്ലെങ്കിൽ അവൻ അവർക്ക് മഴയ്ക്ക് പകരം കൽമഴയും അവരുടെ ദേശത്തിൽ അഗ്നിജ്വാല അയച്ചു. എന്തെല്ലാം പ്രതികൂലങ്ങൾ അവരുടെ മുമ്പിൽ അയച്ചു കാണിച്ചു കൊടുത്തു. എന്നിട്ടും അവർ ദൈവത്തെ ആരാധിക്കാൻ ജനത്തെ വിട്ടയക്കാതെ ദൈവമക്കളെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അവരുടെ ദേശത്തിലെ വൃക്ഷങ്ങളെല്ലാം നശിച്ചു. അവൻ കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും വയലിലെ വിളയെല്ലാം തിന്നു കളഞ്ഞു. ഇവിടെ പറഞ്ഞിരിക്കുന്നത്,
അവർ പുറപ്പെട്ടപ്പോൾ മിസ്രൈം സന്തോഷിച്ചു. ഇവരെല്ലാം അങ്ങ് പോയല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ സന്തോഷിക്കുകയായിരുന്നു. അവരെയുള്ള പേടി അവരുടെ മേൽ വീണിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളെ കുറിച്ചൊരു പേടിയുണ്ട്. നമ്മൾക്ക് സംഖ്യാപുസ്തകം 23-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, ഇതാ തനിച്ച് പാർക്കുന്ന ഒരു ജനം ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. ആരാധിക്കുന്ന എല്ലാവർക്കും പേടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവർ ദൈവത്തെ ആരാധിക്കുക. അപ്പോൾ അവരുടെ ദൈവമായ വലിയവൻ എന്നുള്ളത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. 104-ാം സങ്കീർത്തനത്തിൽ അങ്ങനെ പറയുന്നത്, എൻ്റെ ദൈവമായ യഹോവേ നീ ഏറ്റവും വലിയവൻ. ഏറ്റവും വലിയവനായ ദൈവമാണ് നമ്മുടെ ദൈവം. അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തെ പോലെ വലിയ ദൈവം ആരുള്ളൂ എന്നാ. അപ്പോൾ ആ സർവശക്തനായ എൽ ശദായിയായ ആ ദൈവമാണ് അല്ലെങ്കിൽ ഏക ദൈവം. അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, അവൻ കൽപ്പിച്ചപ്പോൾ ഹല്ലേലൂയ വെട്ടുക്കിളിയും തുള്ളനും അനവധിയായി വന്നു. അവരുടെ ദേശത്തിലെ സസ്യമൊക്കെയും ഹല്ലേലൂയ തിന്നുകളഞ്ഞു. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഹല്ലേലൂയ അവരെയുള്ള പേടി ജനത്തിൻ്റെ മേൽ വീണു. അവർ തണലിനായി ഒരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ അവൻ കാടകളെ കൊടുത്തു. സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടി നദിയായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെയും ഓർത്തു. അവൻ തൻ്റെ ജനത്തെ സന്തോഷത്തോടും താൻ തിരഞ്ഞെടുത്തവരെ ഘോഷത്തോടും കൂടെ പുറപ്പെടുവിച്ചു. അവർ തൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുകയും തൻ്റെ ന്യായപ്രമാണങ്ങളെ ആചരിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന, അവൻ തൻ്റെ വിശുദ്ധ വചനത്തെ ഓർത്തു. അബ്രഹാമിനെയും ഇസ്ഹാക്കിനെയും യാക്കോബിനെയും എല്ലാം ഓർത്തപ്പോൾ ഹല്ലേലൂയ അവർക്ക് സ്വർഗീയ ഭോജനം കൊണ്ട് തൃപ്തി വരുത്തി. അവൻ പാറയെ പിളർന്ന് വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടിയ നദികളായി ഒഴുകി. അവർ ചോദിച്ചപ്പോൾ അവർ കാടകളെ കൊടുത്തു. അവർ തണലിനായി ഒരു മേഘം വിരിച്ചു. രാത്രി വെളിച്ചത്തിനായി തീ നിർത്തി. രാത്രി വെളിച്ചത്തിനായി തീയ, പകൽ അവർക്ക് മേഘം. അപ്പോൾ പകലത്തെ വെയിലടിക്കാതിരിക്കാൻ ദൈവം അവർക്ക് മേഘം ഒരുക്കി. ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ദൈവം നമുക്ക് എപ്പോഴും സംരക്ഷണം ഒരുക്കും ദൈവമാണ്. അവൻ നമുക്ക് ചുറ്റും തീമതില. നമുക്കൊരു ഹല്ലേലൂയ പ്രകാശമായി അവൻ മുൻപ് നിൽക്കുക. ദൈവത്തിൻ്റെ വചനം പ്രമാണിക്കുന്നവരെപ്പോഴും ഏറ്റവും ബലവാന്മാരാണെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നത്. അപ്പോൾ തണലിനായൊരു മേഘം വിരിച്ചു, രാത്രിയിൽ വെളിച്ചത്തിനായി തീ നിർത്തി. അവർ ചോദിച്ചപ്പോൾ കാടകളെ കൊടുത്തു. സ്വർഗീയ ഭോജനം കൊണ്ട് അവർക്ക് തൃപ്തി വരുത്തി. അവർ പാറകളെ പിളർന്നു, വെള്ളം ചാടി പുറപ്പെട്ടു. അത് ഉണങ്ങിയ നിലത്തുകൂടി നദികളായി ഒഴുകി. അവൻ തൻ്റെ വിശുദ്ധ വചനത്തെയും തൻ്റെ ദാസനായ അബ്രഹാമിനെ ഓർത്തു. ആ ദൈവത്തിൻ്റെ വിശുദ്ധ വചനത്തെ ഹല്ലേലൂയ ഓർത്ത ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ ഈ നന്മയൊക്കെ ചെയ്യുവാനിടയിൽ തരുന്നത്. ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവം ഒരിക്കലും മറക്കത്തില്ലെന്നുള്ളതാണ് ഈ തിരുവചനത്തിൻ്റെ സത്യം. ഹല്ലേലൂയ വിശുദ്ധ വചനത്തെ ഓർത്ത് ദൈവം ഹല്ലേലൂയ നോഹയോട് സംസാരിക്കും പറയുന്നത്, ഞാൻ നിന്നോടൊരു നിയമം ചെയ്യുമെന്ന്. അപ്പോൾ ഒരു നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു നിയമം ചെയ്തിട്ടുണ്ടെങ്കിൽ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മളോടൊരു നിയമമാണ് ചെയ്യുന്നത്. ആ നിയമം ഓർക്കുന്ന കർത്താവ്, വിശുദ്ധ വചനത്തെ ഓർക്കുന്ന ദൈവമാണ്. ആ 103-ാം സങ്കീർത്തനത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അവിടെ കാണുന്നത്, യഹോവ തൻ്റെ സിംഹാസനത്തെ സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ്റെ രാജ്യത്തെയും സകലത്തെയും ഭരിക്കുന്നു. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ള യഹോവയെ വാഴ്ത്തുവീൻ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവീൻ. ഇവിടെ പറഞ്ഞേക്കുന്ന അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുന്നു. ലോകത്തിലുള്ള സകലത്തെയും ഭരിക്കുന്ന അവൻ്റെ രാജ്യത്വമാണ്. ഹല്ലേലൂയ ദൈവം ഭരിക്കുന്നതുകൊണ്ടാണ് ഹല്ലേലൂയ നമ്മൾ ഈ പകൽ സമയത്ത് നമുക്ക് പകല് വെട്ടം തരുന്നതും രാത്രി നമുക്ക് ഹല്ലേലൂയ ഇരുട്ട് വരുത്തുന്നതും ഇതെല്ലാം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം സൂര്യനോട് കൽപ്പിച്ചിട്ടുണ്ട്, പകലിനോട് കൽപ്പിച്ചിട്ടുണ്ട്, മേഘങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്, സൂര്യചന്ദ്രന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇതെല്ലാം ദൈവത്തിൻ്റെ വചനപ്രകാരമാണ് നിലനിൽക്കുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞെങ്കിൽ ഇതെല്ലാം ഭൂമി അവൻ്റെ വചനപ്രകാരം നിലനിൽക്കുകയാണെന്ന്. ഹല്ലേലൂയ എല്ലാം നിലനിൽക്കുന്ന അവൻ്റെ വചനപ്രകാരമാണെന്ന് നമുക്ക് ഓർക്കുവാൻ തക്ക കാണുവാൻ തക്കൊണ്ടും കഴിയുന്നുണ്ട്. അവൻ്റെ രാജ്യത്വം സകലത്തെയും ഭരിക്കുക. ഇവിടെ പറഞ്ഞേക്കുന്നത് ദൈവം 104-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത്, മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു. വസ്ത്രം ധരിക്കുമ്പോൾ നീ പ്രകാശത്തെ ധരിക്കുന്നു. തിരശ്ശീല പോലെ നീ ആകാശത്തെ വിരിക്കുന്നു. അവൻ തൻ്റെ മാളികയുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തുന്നു. അപ്പോൾ മാളികയുടെ തുലാങ്ങളെ വെള്ളത്തിന്മേൽ നിരത്തി ഹല്ലേലൂയ മേഘങ്ങളെ തൻ്റെ തേരാക്കി കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ സഞ്ചരിക്കുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി. ഹല്ലേലൂയ എൻ മനമേ യഹോവയെ വാഴ്ത്തുക. എൻ്റെ ദൈവമായ യഹോവയെ നീ ഏറ്റവും വലിയവൻ. അവൻ നമ്മുടെ പ്രയാസത്തെക്കാൾ ഭാരത്തേക്കാൾ വേദനയേക്കാൾ എല്ലാം ഏറ്റവും വലിയവനാണ്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏത് കഷ്ടമാണ്, ഏത് വേദനയാണ്, ഏത് സങ്കടമാണ്? ജോലിയില്ലാത്തതാണോ, അതോ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വേദനയാണോ, തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്നതാണോ,
കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമാണോ, ഇങ്ങനെ ഓരോ കാര്യങ്ങളും മനുഷ്യരുടെ ജീവിതത്തിൽ അവരെ അലട്ടുന്നുണ്ട്. അതിലെല്ലാം പറഞ്ഞേക്കുന്ന അവൻ ഏറ്റവും വലിയവനാണ്. തൻ്റെ നാദം അതിശയമായി മുഴക്കുമ്പോൾ ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങൾ അവൻ ചെയ്യുന്നതില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്യുന്നത് മുഴുവനും അത്ഭുതങ്ങളാണ്. ഹല്ലേലൂയ. അപ്പോൾ അവൻ പറഞ്ഞു ദൈവമായ യഹോവ ഏറ്റവും വലിയവനാണ്. ആ വലിയവനായ നിൽക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ അത്ഭുതങ്ങളെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ അവൻ്റെ അപ്പുറത്തൊന്നുമില്ല. എല്ലാറ്റിനും ദൈവം വലിയവനാണ്. ഭയങ്കര കാര്യങ്ങളാ നീതിയോടെ ഉത്തരം വരളുന്ന ദൈവമാണ്. 105-ാം സങ്കീർത്തനത്തിൻ്റെ 6 മുതലുള്ള വേദഭാഗങ്ങൾ ഇങ്ങനെ കാണുന്നുണ്ട്. അവൻ ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും അവൻ്റെ വായുടെ ന്യായവിധികളും ഓർത്തുകൊള്ളുവീൻ. അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു. അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലുമുണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനങ്ങളെ 1000 തലമുറയോളം ഓർക്കും. അപ്പോൾ 1000 തലമുറയോളം ദയ കാണിക്കുന്ന ദൈവമാണ് നമുക്കുള്ള ദൈവം. ഹല്ലേലൂയ. അപ്പോൾ ഏത് മനുഷ്യർക്കും ആ നിയമത്തെ ഓർക്കുമ്പോൾ ആ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർത്ത് നമുക്ക് നന്മ ചെയ്യുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവം ഇന്നും എന്നേക്കും നമ്മുടെ ദൈവമാണ്. അവൻ നമ്മളെ ജീവപര്യന്തം വഴി നടത്തുന്ന നമുക്ക് പറയാൻ കാര്യം. ഹല്ലേലൂയ. ജീവപര്യന്തം വഴി നടത്തുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒന്നുകൊണ്ടും ഹല്ലേലൂയ ഭാരപ്പെടണ്ട എന്ന് പറയാനിടയായി തരുന്നത് 104-ാം സങ്കീർത്തനത്തിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. ഭൂമിക്ക് തൻ്റെ പ്രവൃത്തിയുടെ ഫലത്താൽ തൃപ്തി വരുന്നു. അവൻ മൃഗങ്ങൾക്ക് പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മെനുക്കുവാൻ എണ്ണയും അവന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലെബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മുഖത്തെ മെനുക്കുവാൻ എണ്ണ. അതിൻ്റെ അർത്ഥം നമ്മുടെ പരിശുദ്ധാത്മാവിലെ സന്തോഷത്താൽ നമ്മുടെ മുഖം മിനുങ്ങും. ഹല്ലേലൂയ. അവൻ്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം അത് തിരുവചനമാണ്. ഹല്ലേലൂയ. ആ തിരുവചനം ലഭിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ഇന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട് അവൻ്റെ നിയമത്തെ 1000 തലമുറയോളം ഓർക്കും. പിന്നെ മുമ്പേ നമ്മൾ 105-ാം സങ്കീർത്തനത്തിൽ വായിച്ചു അവൻ്റെ വചനം അവൻ നമ്മളോട് ഓർക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആ വചനം ഹല്ലേലൂയ ഓർക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ ജനത്തെ ഏറ്റവും വർദ്ധിപ്പിക്കും. ഹല്ലേലൂയ. 105-ാം സങ്കീർത്തനത്തിൻ്റെ 42-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന അവൻ തൻ്റെ വിശുദ്ധ വചനത്തെ ഓർത്തെന്ന് അബ്രഹാമിനെ ഓർത്തു. അപ്പോൾ വിശുദ്ധ വചനത്തെ ഓർക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളെ ഓർക്കുന്ന ദൈവമായി ഏത് വിഷയത്തിൻ്റെ മേലും നമ്മുടെ പ്രയാസമുള്ള വിഷയങ്ങൾ എന്തായാലും ഹല്ലേലൂയ അത് നമ്മളോട് ഓർക്കുന്ന ഒരു കർത്താവ്. ആ നമ്മുടെ മുഖത്തെ മിനുക്കും. അത് മാത്രമല്ല നമ്മുടെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം ഉത്ഭവിക്കുന്നുണ്ട്. അതുമാത്രമല്ല അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും അവൻ്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ആ പരിശുദ്ധാത്മാവ് ഹല്ലേലൂയ നമ്മൾ ന്യായാധിപന്മാരുടെ പുസ്തകം 8-5 പറഞ്ഞിരിക്കുന്നത് 8-14 പറഞ്ഞിരിക്കുന്നത് അവിടെ ദൈവത്തെ മനുഷ്യനെ സന്തോഷിപ്പിക്കുന്ന ഒരനുഭവമാണെന്നാണ് പറഞ്ഞേക്കുന്ന വീഞ്ഞിൻ്റെ അനുഭവം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവന് ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ് ഉത്ഭവിക്കുന്നു. ആ വീഞ്ഞിന് എന്തെല്ലാം ഉണ്ട് ഗുണമെന്നറിയാമോ? ദൈവത്തെ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന ഒരു രസം ആ വീഞ്ഞിനുണ്ടെന്ന്. അതാ പറഞ്ഞ അത് വിട്ടേച്ച് ഞാൻ വൃക്ഷങ്ങളുടെ മേൽ ആടാൻ പോകത്തില്ല. കാരണം മറ്റ് ലോകപ്രകാരമുള്ള ഒന്നിലും ഞാൻ ആടാനോ അല്ലെങ്കിൽ വീഴ്ച വരുത്താനോ സമ്മതിക്കത്തില്ല. എന്നെ ദൈവത്തെ മനുഷ്യനെ ആനന്ദിപ്പിക്കുന്ന ഒരു രസം വീഞ്ഞിനുണ്ടെന്ന്. ദൈവം നമുക്ക് തന്നപ്പോൾ തന്നെ ഒരു അഭിഷേകത്താലാണ് ദൈവം നമ്മളെ നിറച്ചത്. ഒരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് ദൈവം നമ്മളെ നിറച്ചു വിട്ടത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ നമ്മളെ എടുത്തപ്പോൾ തന്നെ കർത്താവിന് നമ്മളെക്കുറിച്ചൊരു ഉദ്ദേശമുണ്ടായിരുന്നു. ആ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ എൻ്റെ വിചാരങ്ങൾ നിൻ്റെ വിചാരങ്ങളല്ല, എൻ്റെ വഴികൾ നിൻ്റെ വഴികളുമല്ല. വാനം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ നിങ്ങളുടെ വിചാരങ്ങളെക്കാൾ എൻ്റെ വിചാരങ്ങളും നിങ്ങളുടെ വഴികളെക്കാൾ എൻ്റെ വഴികളും ഉന്നതമായിരിക്കുന്നതാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. യെശയ്യാ പ്രവചനം 55-ാം അധ്യായത്തിൽ. അപ്പം ആ ദൈവത്തിൻ്റെ വഴികൾ ഉന്നതമായിട്ടാണ്. അതിനാ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. വെറുതെ തിരഞ്ഞെടുത്തതല്ല. ഹല്ലേലൂയ. ദൈവം നേരത്തെ നമ്മളെ കണ്ടിട്ടുണ്ട്. അനേകരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, അനേകരെ രക്ഷിക്കുവാൻ ദൈവം നമ്മളെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യം മുളപ്പിക്കുന്നു.
മൃഗങ്ങൾക്ക് പുല്ല് കൊടുക്കുന്നു. അതുമാത്രമല്ല ആ മനുഷ്യൻ്റെ മുഖത്തെ മിനുക്കുന്ന എണ്ണയും അവൻ്റെ ഹൃദയത്തെ ബലപ്പെടുന്ന അപ്പം ഉത്ഭവിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അപ്പോൾ ഇതെല്ലാം ദൈവം തരുമ്പോൾ നമുക്ക് തൃപ്തി വരും. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ആ തൃപ്തി വരണമെങ്കിൽ അല്ലയ അവൻ്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ബലം നിന്നുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പരിപാടികളുണ്ട്. 84 സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞേക്കുന്നത് സൈന്യങ്ങളുടെ യഹോവയെ തിരുനിവാസം എത്ര മനോഹരം. അപ്പോൾ ആ തിരുനിവാസം എത്ര മനോഹരമാണെങ്കിൽ ആലയത്തിൽ പാർക്കുന്നവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. 89-ാം സങ്കീർത്തനത്തിൽ പറഞ്ഞേക്കുന്നത് ജയഘോഷം അറിയുന്ന ജനത്തിന് ഭാഗ്യം. ജയഘോഷം ആനന്ദമാണ്. ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. അവിടെ ആനന്ദവും സന്തോഷവും പാട്ടും ആരാധനയും എല്ലാം നടക്കുമ്പോൾ വലിയ സന്തോഷമാണ്, വലിയ ആനന്ദമാണ്. അവിടെ ദൈവം അങ്ങനെ പറയുന്നത്. ഹല്ലേലൂയ. ഇവിടെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ 21-ാമത്തെ വാക്യം, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. അപ്പോൾ ബാലസിംഹം കരയുന്നത് എന്തിനാ? അവ ഇരയ്ക്കായിട്ടാണ് അലറുന്നത്. അത് ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുക. ദൈവമേ എനിക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടുമെന്നോ അത് അലറിക്കൊണ്ട് ചോദിക്കുക. അപ്പോൾ അത് ദൈവത്തിന് മനസ്സിലാകും. അതുകൊണ്ട് ദൈവം അങ്ങനെയുള്ളവർക്ക് ആഹാരം എത്തിച്ചു കൊടുക്കും. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തൻ്റെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തൻ്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യ വരെയുള്ള അവൻ്റെ വേലയ്ക്കായി തന്നെ. യഹോവേ നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു, ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ ജ്ഞാനത്താൽ എല്ലാം ദൈവം ഉണ്ടാക്കിയതാണ്. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലുതുമായ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാനുണ്ട്. തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് അവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ വെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നമുക്കറിയാം സമുദ്രത്തിൽ അസംഖ്യം ജന്തുക്കളുണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നുണ്ട്, അതിൽ ബോട്ടുകളൊക്കെ ഓടുന്നുണ്ട്, മീനുകൾ സഞ്ചരിക്കുന്നുണ്ട്, ജീവനുള്ളതായ എല്ലാം അവിടെ സഞ്ചരിക്കുക. ഇവിടെ ഇതിനെല്ലാം തക്ക സമയത്ത് ആഹാരം എത്തിച്ചു കൊടുക്കുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ പറഞ്ഞ കേട്ടോ, ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലറുന്നു, അവ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. ഇവിടെ പറഞ്ഞേക്കുന്നത് തക്ക സമയത്ത് തീൻ കിട്ടേണ്ടതിന് ഇവയൊക്കെ നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ വെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. മനുഷ്യനും അങ്ങനെ തന്നെയാണ്. ദൈവത്തോട് എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി കൊടുക്കുവാൻ തക്കോണം ദൈവം ശക്തനായ ഒരു ദൈവമാണ്. ഇവിടെ പറഞ്ഞേക്കുന്ന അവയുടെ ശ്വാസം എടുക്കുമ്പോൾ നീ അത് ചത്ത പൊടിയിലേക്ക് തിരികെ ചെരിയുന്നു. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നീ ശ്വാസം എടുക്കുമ്പോൾ അതെല്ലാം ചത്ത പൊടിയിലോട്ട് തീരും. നിന്റെ ശ്വാസം അയക്കുമ്പോൾ അതെല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. ദൈവത്തിൻ്റെ ശ്വാസത്താലായി സകലതും ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും സകലതും ദൈവത്തിൻ്റെ ശ്വാസത്താലാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 10-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത് നീ എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നെന്നാണ്. ദൈവം നമ്മുടെ ശ്വാസത്തെ പരിപാലിച്ചില്ലെങ്കിൽ, അകത്തോട്ട് വലിച്ച് ശ്വാസം പുറത്തോട്ട് വിടാൻ പറ്റിയില്ലെങ്കിൽ തീർന്നില്ലേ? നമുക്കറിയാം കർത്താവ് അല്ലെങ്കിൽ നമുക്ക് ശ്വസിക്കുവാനുള്ള എല്ലാ വായുവും നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ദൈവം പരിപാലിക്കുന്നതാണ്. ആ ശ്വാസത്തെ പരിപാലിക്കുക. നമ്മളുണ്ടായിട്ട് എത്ര വർഷമായി കർത്താവ് അല്ലെങ്കിൽ നമുക്ക് ശ്വാസവും സന്തോഷവും ആനന്ദവും ഭക്ഷണം കഴിക്കാനുള്ള കൃപ എല്ലാം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ നമ്മളെല്ലാം ലോകത്തിൽ ജീവിക്കുന്നത്. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. യഹോവയുടെ മഹത്വം എന്നേക്കും നിൽക്കുമാറാകട്ടെ. യഹോവയെ തൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ഞാൻ ഉള്ളിടത്തോളം എൻ്റെ ദൈവത്തിന് കീർത്തനം പാടും. എൻ്റെ ധ്യാനം അവന് പ്രസാദകരമായിരിക്കട്ടെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ്റെ പ്രവൃത്തികളിൽ സന്തോഷിക്കട്ടെ. അവൻ ഭൂമിയെ നോക്കുന്നു, അത് വിറയ്ക്കുന്നു. അവൻ മലകളെ തൊടുന്നു, അവ പുകയുന്നു. എൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും. ലോകത്തിലുള്ള സകലതും ദൈവത്തിൻ്റെ ഹല്ലേലൂയ ശ്വാസം അയക്കുമ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാം സൃഷ്ടിക്കപ്പെടുന്നു. അവൻ സാഹസം തിരികെ എടുക്കുമ്പോൾ എല്ലാം ചത്ത് പൊടിയിലോട്ട് തീരുന്നു. ഇവിടെ എല്ലാം കർത്താവിൻ്റെ പരിപാലനമാണ്. മൃഗങ്ങൾക്കും പക്ഷികൾക്കും സകല മനുഷ്യർക്കും എല്ലാവർക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അവൻ്റെ മനുഷ്യൻ്റെ ഉപയോഗത്തിനായി സസ്യം മുളപ്പിക്കുന്നു.
ഒഴിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാക്കുന്നു. മനുഷ്യന്റെ മുഖത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞുണ്ട്. ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണ, അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന അപ്പം ഉത്ഭവിക്കുന്നു. അപ്പൊ ഈ അപ്പമൊക്കെ കിട്ടിയോണ്ടാണ് നമ്മൾ ലോകത്തിൽ ജീവിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ വചനം ദൈവം നമുക്ക് തന്നതാ. അതല്ലേ റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറഞ്ഞേക്കുന്നത്, സ്വന്തം പുത്രനെ ആതിരയാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നൽകാതിരിക്കുമോ? ദൈവം തെരഞ്ഞെടുത്തവരെ ആരാ കുറ്റം ചുമത്തുന്നത്? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആരാ? ദൈവം തെരഞ്ഞെടുത്തതല്ലേ, ദൈവം നമ്മളെ കൊണ്ടുവന്നതല്ലേ. അപ്പോൾ നിശ്ചയമായിട്ട് നമുക്ക് വേണ്ടത് ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം നൽകി തന്ന് നമ്മളെ വഴി നടത്തുവാൻ തക്കോണം ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. 106-ാം സങ്കീർത്തനത്തിൻ്റെ 9-ഉം 10-ഉം വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടി നടത്തി. അവൻ പകയൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. വെള്ളം അവരുടെ വയലുകളെ മൂടിക്കളഞ്ഞു, അവരിൽ ഒരുത്തനെ ശേഷിച്ചില്ല. നമുക്കറിയാം, ഇസ്രായേൽ മക്കളുടെ പുറകെ വന്ന് അവരും ചെങ്കടലിൽ ഇറങ്ങി. എന്നാൽ ദൈവം പകയൻ്റെ കയ്യിൽ നിന്ന് അവരെ വിടുവിച്ചു, ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് അവരെ വീണ്ടെടുത്തു. അവൻ ചെങ്കടലിനെ ശാസിച്ചു, അത് ഉണങ്ങിപ്പോയി. അവൻ അവരെ മരുഭൂമിയിൽ കൂടി എന്ന പോലെ ആഴിയിൽ കൂടെ നടത്തി. വെള്ളം അവരുടെ വൈരികളെ മൂടിക്കളഞ്ഞു. അപ്പോൾ ശത്രു ഹല്ലേലൂയ അവരുടെ പുറകെ വന്നപ്പോൾ അവരെല്ലാം മൂടിക്കളയാൻ ഇടയാക്കി തീർത്തു. ഹല്ലേലൂയ. നമ്മൾ ഇങ്ങനൊരു പാട്ടുകാരൻ പറയുന്നുണ്ട്, ഹല്ലേലൂയ. സങ്കടമേറെ ഏറ്റു നീ എൻ കടങ്ങളെ, വൻകുരിശേ നീട്ടി നീ ശങ്ക എന്നിയേ. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാം ഉന്നതാധിപാ. താഴ്ചയിലെന്നെ ഓർത്തതാൽ ക്രൂശിലോളവും, താഴ്ചയിലെന്നെ ഓർത്തതാൽ ക്രൂശിലോളവും. താഴ്ത്തുകയായി നീ നിന്നെയൻ ഓർത്തു നന്ദിയാൽ, താഴ്ത്തുകയായി നീ നിന്നെയൻ ഓർത്തു നന്ദിയാൽ. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാം ഉന്നതാധിപാം. കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠനാം ഭവാൻ, കുപ്പയിൽ നിന്നുയർത്തി നീ ശ്രേഷ്ഠനാം ഭവാൻ. ഒപ്പമിരുത്തിയ എന്നെയൻ അത്ഭുതം പരാം, ഒപ്പമിരുത്തിയ എന്നെയൻ അത്ഭുതം പരാം. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാം ഉന്നതാധിപാം. ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ, ഈ ഉപകാരം ചെയ്യുവാൻ യോഗ്യനല്ല ഞാൻ. നീ കൃപ കാട്ടി നായക ജീവദായക, നീ കൃപ കാട്ടി നായക ജീവദായക. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാം ഉന്നതാധിപാം. നിന്ദിതനായി നിരാശനായി നിസ്സഹായനായി, നിന്ദിതനായി നിരാശനായി നിസ്സഹായനായി. വന്നിതനദി വന്ന നിൻ ഓർത്തു നന്ദിയാൽ, വന്നിതനീ നിന്ന നിൻ ഓർത്തു നന്ദിയാൽ. മനുവേല വന്ദനം മന്നിലേഖനായി, മനുജാതിക്കായി വന്നതാം ഉന്നതാധിപാം.
ഈ മനുഷ്യജാതിക്കായി കർത്താവ് വന്ന് ആ ഉന്നതാധിപനായ ദൈവം മനുഷ്യൻ്റെ ഹൃദയത്തിൽ വന്ന് ഹല്ലേലൂയ വാസം ചെയ്യുവാൻ കടന്നു വന്ന് ഹല്ലേലൂയ താഴ്ചയിൽ നിന്ന് ഉയർത്തി അല്ലെ കുപ്പയിൽ നിന്ന് ഉയർത്തി ഹല്ലേലൂയ ശ്രേഷ്ഠനാക്കി മനുഷ്യരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തിയ ദൈവം ഹല്ലേലൂയ എത്ര ശ്രേഷ്ഠനായ ഒരു ദൈവമാണ്. കുപ്പയിൽ നിന്ന് ഉയർത്തുന്ന ദൈവം, ആ ശ്രേഷ്ഠനായ ഭവാൻ ഹല്ലേലൂയ ഒപ്പം ഇരുത്തി ഹല്ലേലൂയ നമ്മളെ സ്നേഹിച്ച് നമ്മളോട് കൂടെ വാസം ചെയ്യുന്ന കർത്താവ്. അതുകൊണ്ടാണ് പറഞ്ഞ് ദൈവം തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, അവൻ ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആർക്ക് വേണ്ടിയും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാ. ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, ദൈവം ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, ലോകത്തുള്ള സകല മനുഷ്യവർഗത്തിന് വേണ്ടിയും സകല മനുഷ്യജാതിക്ക് വേണ്ടിയും ഹല്ലേലൂയ അവൻ ലോകത്തിലേക്ക് വന്നു. ഹല്ലേലൂയ നമ്മളെ ഒന്നും ഉണ്ടായിട്ടല്ല, ഈ ഉപകാരം ചെയ്യുവാൻ ഞാൻ യോഗ്യനല്ല, ഞാൻ നീ കൃപ കാട്ടി നായക ജീവദായക. അപ്പോൾ ദൈവം കൃപ കാട്ടിക്കൊണ്ട് നമ്മൾ നിൽക്കുന്നത്. ഹല്ലേലൂയ ഇന്നും ഹല്ലേലൂയ സങ്കടം ഏറെ ഏറ്റു വൻകുരിശിലേകി എൻ്റെ കർത്താവ് ഹല്ലേലൂയ ഒരുപാട് വേദനകൾ സഹിച്ചു. ഹല്ലേലൂയ സഹിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ നമ്മളെ ഉന്നതരാക്കി തീർക്കുവാൻ, നമ്മളെ ശ്രേഷ്ഠതയുള്ളവരാക്കി മാറ്റുവാൻ, ഹല്ലേലൂയ നമ്മൾ മാന്യരായിടുവാൻ എന്നാ. മാന്യരായിടുവാനാ കർത്താവ് ഹല്ലേലൂയ നമ്മളെ മാന്യതയോടെ നിർത്തുവാനാ ആ ദൈവം ഹല്ലേലൂയ കടന്നു വന്നത്. താഴ്ചയിൽ നിന്ന് നമ്മളെ ഓർത്ത് ക്രൂശിലോളം ഹല്ലേലൂയ ആ ക്രൂശിലെ മരണത്തോളം ഹല്ലേലൂയ അവൻ നമ്മളെ ഓർത്തത് ഹല്ലേലൂയ. അതുകൊണ്ട് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തിന് വേണ്ടി പാടുവാനും ഒക്കെയും ദൈവം നമ്മളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ വിഷയങ്ങൾ എത്ര വേദന നിറഞ്ഞായാലും എത്ര കണ്ണുനീരില്ല നിങ്ങൾ കടന്നു പോകുന്നെങ്കിലും ഹല്ലേലൂയ ഒരുപക്ഷെ തലമുറകളെ ഓർത്ത് ദുഃഖിക്കുന്ന മാതാപിതാക്കളായിരിക്കാം എന്നെ കേൾക്കുന്നത്. അതുപോലെ ഹല്ലേലൂയ ബിസിനസ് തകർന്ന് ഹല്ലേലൂയ അവർ കണ്ണുനീരോടെ നടക്കുന്ന സമയത്തായിരിക്കാം ഓർക്കുന്നത്. രോഗത്തിൻ്റെ പിടിയിൽ അകപ്പെട്ട് ഹല്ലേലൂയ മുൻപോട്ട് പോകാൻ കഴിയാതെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ വേദനിക്കുന്ന സമയത്തായിരിക്കാം ഈ തിരുവചനം നിങ്ങൾ കേൾക്കുന്നത്. അപ്പോൾ ദൈവമായ യഹോവ അവർ തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു. ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവമാണ്. അവൻ ഏറ്റവും വലിയവനാ. നമ്മുടെ പ്രയാസത്തെക്കാൾ, ഭാരത്തെക്കാൾ, നമ്മുടെ വേദനയേക്കാൾ എല്ലാം അവൻ ഏറ്റവും വലിയവനാ. ആ ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ വലിയ സന്തോഷം ഹൃദയത്തിനകത്തേക്ക് കടന്നു വരും. കർത്താവ് നമുക്ക് വേണ്ടിയാണല്ലോ ഹല്ലേലൂയ മരിച്ചുയർത്ത് ജീവിക്കുന്നത്. ഹല്ലേലൂയ ഇന്നും ജീവിക്കും ദൈവം. അവൻ മരണത്തെ ജയിച്ചു, പാതാളത്തെ ജയിച്ചു, ഹല്ലേലൂയ എല്ലാം ജയിച്ച ഒരു കർത്താവാണ് നമുക്കുള്ളത്. അതുകൊണ്ടാണ് പറഞ്ഞ ഒരുത്തനും ഒരു കാലത്തും നിന്റെ നേരെ നിൽക്കത്തില്ല. നീ നിൽക്കുന്ന സ്ഥലമെല്ലാം വിശുദ്ധമാണ്. ഹല്ലേലൂയ നീ എവിടെ ചെന്നാലും ഹല്ലേലൂയ ദൈവത്തിൻ്റെ അത്ഭുതം കാണാൻ പറ്റും എന്നാണ് ദൈവം നമ്മളോട് പറയുന്നത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും എനിക്ക് പറയാനുള്ളത്, കർത്താവ് വലിയവനായ ദൈവമാണ്. ഹല്ലേലൂയ അവൻ തൻ്റെ നാദം അതിശയമായി മുഴക്കുന്നു, ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളെ ചെയ്യുന്നു. ഹല്ലേലൂയ ആ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ പ്രാർത്ഥന ആവശ്യപ്പെടുന്ന ഓരോ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഓരോരുത്തർക്കും ദൈവം മറുപടി അയച്ചുകൊണ്ടിരിക്കുന്നു. തലമുറകളില്ലാതെ ദുഃഖിച്ചുകൊണ്ടിരുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ഇപ്പോൾ ദൈവം തലമുറകളെ കൊടുത്തു. ഹല്ലേലൂയ അവരെ മാനിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഒത്തിരി പേര് കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ആ തലമുറകൾക്ക് വേണ്ടി ഹല്ലേലൂയ വേദനയോടുകൂടി നിന്ന അനേക പ്രിയപ്പെട്ടവർക്ക് ദൈവം ഹല്ലേലൂയ തലമുറകളെ കൊടുത്ത് മാനിക്കുന്നത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നത്. അവൻ സർവ്വശക്തനായ ദൈവമാണ്, എൽശദായ ദൈവമാണ്. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ ഒരിക്കലും ഞാൻ അമേരിക്കയിലേക്ക് പ്രസംഗിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. ആ അവസരം തന്നപ്പോൾ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലൈനിൽ ഒത്തിരി പേര് ഓരോ രാജ്യങ്ങളിൽ നിന്നും കയറി അവിടെ നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞു. കാരണം ഞാൻ ഈ വചനങ്ങളൊക്കെ പറയുമ്പോൾ ഹല്ലേലൂയ അവരെല്ലാം കരഞ്ഞുകൊണ്ട് ഹല്ലേലൂയ അവിടെ നിൽക്കുകയായിരുന്നു. ഹല്ലേലൂയ തലമുറയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ ഒരുപാട് പേര് കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു. ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോൾ അനേകർ നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാൻ പറ്റി. ഓർക്കുക, കർത്താവ് ഹല്ലേലൂയ എല്ലാവരെയും കാണുന്നുണ്ട്. ഹല്ലേലൂയ ദൈവത്തിന് ഹല്ലേലൂയ സർവ്വശക്തനായ ദൈവമാണ്. ആ ദൈവത്തിൻ്റെ കണ്ണ് നമ്മളെ എപ്പോഴും ഹല്ലേലൂയ നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ആകാത്തവരെ നല്ലവരെ എല്ലാം നോക്കുന്നുണ്ട് ഹല്ലേലൂയ കർത്താവ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നിങ്ങളുടെ വേദന എന്താണ്, കഷ്ടത എന്താണ്, സങ്കടം എന്താണ്, ആ സങ്കടം കർത്താവിനോട് പറഞ്ഞാൽ അവൻ തൻ്റെ നാദം അതിശയമായി മുഴക്കും. ആരാഞ്ഞുകൂടാത്ത അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ എല്ലാത്തിനും മതിയായ കർത്താവിനെ നമുക്ക് സന്തോഷത്തോടെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്താ തന്നെ ആയിരുന്നാലും ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ വെക്കുമ്പോൾ ഹല്ലേലൂയ അത് വിടുതലുള്ളതായി നമുക്ക് മാറുന്ന കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥന വിഷയങ്ങൾ അയക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾ പറയുന്ന ചോദിക്കുന്ന അനേക പ്രിയപ്പെട്ടവർക്ക് നീ വിടുതൽ കൊടുത്തതിനാൽ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തലമുറകളെ ഓർത്ത് കരയുന്ന അനേക കുടുംബങ്ങൾ കർത്താവേ ഹല്ലേലൂയ വേദനയോടുകൂടി അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം
എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്നും ഹല്ലേലൂയ മറക്കാത്ത കർത്താവ് ഹല്ലേലൂയ ആ തലമുറയെ അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഹല്ലേലൂയ വരും ദിവസങ്ങളിൽ അത്ഭുതത്തിൻ്റെതായ മറുപടി കാണുവാനും കേൾക്കുവാനും ഒക്കെ ഇടയാക്കി തീർക്കുന്ന ആ വലിയ സ്നേഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യഹോഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും നീ അനുഗ്രഹിക്കും ദൈവമാണല്ലോ. കർത്താവെ, ദൂരത്തും ചാരത്തും ഒരുപോലെ കർത്താവെ, കണ്ണുനീരിലും സങ്കടത്തിലും കഷ്ടതയിലുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എല്ലാം നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണെന്ന് ഹല്ലേലൂയ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണെന്ന് കർത്താവെ എല്ലാവരും മനസ്സിലാക്കുവാൻ തക്കോണം ദൈവം ഇടയാക്കി തീർക്കണമേ. നീ അത്ഭുതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക സ്തോത്രം, അതിശയം പ്രവർത്തിച്ചിരിക്കുക സ്തോത്രം. ഹല്ലേലൂയ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് പൽക്കാലം തിരുവചനം സംസാരിപ്പാൻ ഇടയാക്കി തീർത്തല്ലോ. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ നന്ദി കരയറ്റുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.